ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു എന്ന് പറയുന്നു. നശിപ്പിച്ച ആ പ്രകൃതിയെ നിങ്ങൾ ഒരു 100 വർഷം നിങ്ങൾ തൊടാതെ അങ്ങ് വെറുതെ ഇട്ടെ, അവൻ തിരിച്ചു പഴയപടിയാവില്ലേ? അത്രേ ഉള്ളു കാര്യം. ലോക ചരിത്രത്തിൽ 100 വർഷമല്ല വലിയ കാര്യമല്ലോ. അല്ല, അത്രയും കാലം നമ്മളുണ്ടാവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊന്നും നശിപ്പിക്കാനൊന്നും പറ്റില്ല ഇവിടെ. ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം പോലും ചിലപ്പോൾ ഒരു 1000 കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ ലയിച്ചു പോയേക്കാം, നമ്മൾ ഇനി ഇടാതിരുന്നാൽ. അപ്പം ഒരിക്കലും നശിക്കാത്തതായി ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ പഴയപട്ടിലേക്ക് പ്രപഞ്ചത്തെ പോലും തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യനും ശാസ്ത്രത്തിനും ടെക്നോളജിക്കും പറ്റും, അല്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ പറ്റും. പ്രകൃതി തന്നെ തിരിച്ചാക്കും, ഇല്ലേ? അല്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിയെ രക്ഷിക്കാനല്ലോ, അതായത് നമുക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി. അത് തന്നെയാണ്. മനുഷ്യന്, മൃഗങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചത് അതുപോലെ തുടർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. പക്ഷെ അവിടെയാണ് ശാസ്ത്രം കുറേയും കൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും കൂടെ ചേർന്ന ഒരു സംവിധാനത്തിന് നമ്മൾ ഈ ഡിഫൈൻ ചെയ്തൊന്നും ആയിരിക്കില്ല അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആവശ്യം വരിക എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു വസ്തുത.